യോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ വീഡിയോ. നമ്മളിവിടെ വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം GBP/USD നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു സിൽവർ ബുള്ളറ്റ്, നമ്മൾ ഈ ലണ്ടൻ സെഷനിൽ ഒരു സിൽവർ ബുള്ളറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രേഡിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഫോർവേഡ് ടൈം ഫ്രെയിം ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് അതിന്റെ ആവശ്യമില്ല, ആക്ച്വലി ഡെയിലി ബയാസിന്റെ ആവശ്യമില്ല സിൽവർ ബുള്ളറ്റ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ കാണാൻ മാർക്കറ്റ് ഇവിടെ ഒരു ലിക്വിഡിറ്റി, അതുപോലെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു ആൻഡ് മാർക്കറ്റ് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. ഓക്കെ, നമുക്കിവിടെ ഒരു ടെസ്റ്റ് ചെയ്യാത്ത ലെവൽ ഓഫ് ഡിമാൻഡ്, അതുപോലെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെന്റ്. ഓക്കെ, ഒബിയസ്ലി പ്രൈസ് ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ആ ഒരു ടൈമിൽ സിൽവർ ബുള്ളറ്റ് ഫോം ചെയ്തത് ഒരു ഡൗൺ ട്രെൻഡിലേക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഓക്കെ, നമുക്ക് ബയാസിനായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എൻട്രി ആണ് ആക്ച്വലി എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. ഒബിയസ്ലി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എൻട്രി എടുക്കാം. ഓക്കെ, നമുക്ക് ഏഷ്യൻ സെഷൻ ഫോം ചെയ്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലിക്വിഡിറ്റിയുടെ സ്വീപ്പ് ചെയ്തു, മൊമെന്റം ഷിഫ്റ്റ് തന്നു, ആ രീതിയിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ ഒരു ഹൈ മാർക്കറ്റ് ടേക്ക് ചെയ്യും എന്നുള്ളത് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, കാരണം മേജർ ലിക്വിഡിറ്റി ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നോക്കാം. അതിന് മുന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സെഷന്റെ 12:30 എന്നുള്ള ആ ഒരു ടൈം വിൻഡോ ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ മാർക്ക് ചെയ്തിടാം. 12:30 to 1:30. ഓക്കെ, നമുക്ക് അവിടെ മാർക്ക് ചെയ്തിടാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം, എങ്ങനെയാണ് പ്രൈസ് അവിടുന്ന് ബിഹേവ് ചെയ്യാന്നുള്ള ജസ്റ്റ് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, മാർക്കറ്റ് ഇവിടെ കാണാൻ പറ്റും. ഏഷ്യന്റെ ലോ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഏഷ്യന്റെ ഹൈ ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഏഷ്യന്റെ ഹൈ മാർക്കറ്റ് ഇവിടെ സ്വീപ്പ് ചെയ്യുന്ന കാണാൻ പറ്റും. ഇവിടെ പ്രൈസിന്റെ ഒരു മൂവ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ലോവസ്റ്റ് പോയിന്റ്സ്. ഇതിന്റെ താഴെ മാർക്കറ്റ് ഷിഫ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഒബിയസ്ലി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടൈം വിൻഡോയിൽ നമുക്ക് എന്ത് ചെയ്യാം, സിൽവർ ബുള്ളറ്റ് നോക്കാം എന്നായിരുന്നു പ്ലാൻ. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്കൊന്ന് റിപ്ലൈ നോക്കാം. മാർക്കറ്റ് എന്ത് ചെയ്തു, ക്ലിയർ ആയിട്ട് ഇവിടെ നമുക്കൊരു MS തന്നു. ഓക്കെ, MS തന്ന സമയത്ത് നമുക്കിവിടെ ഒരു സപ്ലൈ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ ഇവിടെ നമുക്കൊരു FVG കാണാൻ കഴിയും, ഒരു ടൈനി FVG. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ആക്ച്വലി എൻട്രി എടുക്കാം. ഓക്കെ, സംവർ ഈ ഒരു പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു FVG നമുക്ക് എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് ഷുഡ് ബി ഈ ഹൈന്റെ മേലെ നമുക്ക് കീപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഒബിയസ്ലി നമുക്ക് എന്ത് ചെയ്യാം, 1:2 ഈ ലെവൽ വരെ മിനിമം എന്ത് ചെയ്യാം, നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഇവിടെ അടുത്തൊരു മേജർ ലിക്വിഡിറ്റി പോയിന്റ്സ് ഈ ഒരു പോയിന്റും അതുപോലെ ഈ ഒരു പോയിന്റാണ്. നമുക്ക് ഓൾറെഡി എക്സ്ട്രാ കോൺഫ്ലുവൻസ് ഉണ്ട് ഇവിടെ, ഈക്വൽ ലോസ്. അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, ആക്ച്വലി ടാർഗറ്റ് ചെയ്യാം. പക്ഷെ സിൽവർ ബുള്ളറ്റിന്റെ കേസിൽ നമുക്ക് 1:2 മിനിമം എന്ത് ചെയ്യണം, നമ്മൾ പാർഷ്യലെങ്കിലും ബുക്ക് ചെയ്തിരിക്കണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എങ്ങനെയാണ് അവിടുന്ന് പ്രൈസ് ബിഹേവ് ചെയ്യുന്നുള്ള ജസ്റ്റ് എന്ത് ചെയ്യാം നോക്കാം. മാർക്കറ്റ് എന്ത് ചെയ്തു, നമ്മൾ എൻട്രി കറക്റ്റ് ആയിട്ട് ടാപ്പ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്മീഡിയറ്റ് ആയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കാണാൻ പറ്റും. നമ്മളെ ഫൈനൽ ടാർഗറ്റും മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ആ ടാർഗറ്റ് ലെവൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ ഹിറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, പിന്നെ അതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, നമ്മുടെ ആ ഒരു എക്സ്ട്രീം ഫോർവേഡ് ഡിമാൻഡ് ലെവൽ മാർക്കറ്റ് ഇവിടെ റിയാക്ട് ചെയ്തതിനു ശേഷം അവിടുന്ന് ഒരു ഷാർപ്പായിട്ടുള്ള റിവേഴ്സലും മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ സിൽവർ ബുള്ളറ്റ് അവേഴ്സിലെ ഈ ഒരു ട്രേഡ് ആയിരുന്നു. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ എടുത്താൽ മതി. ആ ഒരു ടൈം വിൻഡോന്റെ മുന്നായിട്ട് മാർക്കറ്റ് എന്തെങ്കിലും കൺഫർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ടൈം വിൻഡോയിൽ. ഇപ്പൊ ഇന്നലെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ഏഷ്യന്റെ ഹൈ ലോ മാർക്കറ്റ് എന്ത് ചെയ്തു, ലോ ഓൾറെഡി സ്വീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ടൈം വിൻഡോയിൽ 12:30 to 1:30 എന്നുള്ള ടൈം വിൻഡോയിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ഏഷ്യന്റെ ഹൈ സ്വീപ്പ് ചെയ്തു. നമുക്ക് എന്ത് ചെയ്തു, ഇവിടെ MS തന്നു. ഓക്കെ, MS തന്ന സമയത്ത് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ഫോം ചെയ്ത സപ്ലൈ ലെവൽ, അല്ലാന്നുണ്ടെങ്കിൽ FVG നമ്മൾ എന്ത് ചെയ്തു, എൻട്രി എടുത്തു. 1:2 എന്ത് ചെയ്തു, ടാർഗറ്റ് ചെയ്തു. ഓക്കെ, അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രേഡ് ആയിരുന്നു. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും അതുപോലെ കൂടുതൽ കാര്യങ്ങൾ അറിയാനും താല്പര്യമുള്ളവർ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ആ ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് നമ്മളെ
ടീം നിങ്ങളെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ എല്ലാവരും സേഫായിട്ട് ട്രേഡ് ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.